പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് പോൾ രാജ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ 10:9 ഒരു വചനം നമ്മൾ വായിച്ചത് രണ്ടാമത്തെ ഭാഗമാണ്. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയണം. അതുപോലെ 1 യോഹന്നാൻ 2:22 പറഞ്ഞു, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ ദൈവത്തിനല്ല ജനിച്ചിരിക്കുന്നത്, അത് എതിർ ക്രിസ്തു തന്നെ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. യേശുവാണ് കർത്താവ് എന്ന് അറിയാം, യേശുവാണ് ക്രിസ്തു എന്നറിയാം. ഇത് ആത്മീക നാമം. ഇതേ ആക്ഷരിക നാമത്തിൽ വന്നാൽ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല, പുത്രനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. പക്ഷെ അതാണ് വിശ്വസിക്കേണ്ടത്. ഇല്ല എങ്കിൽ 3 വ്യക്തി ആയിപ്പോവും. സിംഹാസനം ഒന്നും, സിംഹാസനത്തിൽ ഒരുവൻ മാത്രം, കർത്താവ് ഒരുവൻ മാത്രം. പിശാച് പോലും വിറയ്ക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു, ദൈവം ഒരുവനെന്ന്. എന്നാൽ ലോകം പഠിപ്പിക്കുന്നു 3 പേർ. അവിശ്വാസികൾ വായിച്ചിരുന്നാലും 3 വ്യക്തികൾ, വിശ്വാസി വായിച്ചാലും 3 വ്യക്തികൾ. അതുകൊണ്ടാണ് ഈ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറയാനിടയായത്. അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഭാഗമാണ്. പഴയ നിയമകാലം മുതൽ ദൈവം നേരിട്ട് വഴി നടത്തിയപ്പോൾ പിശാച് വന്ന് അവരെ തെറ്റിച്ചു, തോട്ടത്തുനിന്ന് പുറത്താക്കിയെങ്കിലും വീണ്ടും കർത്താവ് തന്നെ വഴി നടത്തപ്പോൾ അവരാരും കേട്ടില്ല. പിന്നെ നോഹയെ ഉപയോഗിച്ചു, മോശയെ ഉപയോഗിച്ചു, ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ഉപയോഗിച്ച് വഴി നടത്തി, അവരാരും കേട്ടില്ല. അപ്പോഴെല്ലാം കർത്താവ് അവരിലൂടെ സംസാരിച്ചു. അവസാനം പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക. ഓരോ കാലത്തും പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുവൻ, നിങ്ങൾ പാപത്തിലാണ്, ഇല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുത്തുന്നു. ഇസ്രായേലിൻ്റെ രാജാവും സൈന്യങ്ങളുടെ യഹോവയും തങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യഹോവ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ആയവൻ തന്നെ വന്ന് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാലോ അവരെ പാപം മോചിച്ച് വിടുവിച്ചു പോകും. പക്ഷേ യഹോവ തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുമെന്ന വചനം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ വന്നപ്പോൾ യേശു എന്ന പേർ വിളിക്കണമെന്ന് പറഞ്ഞു. മാത്രമല്ല, യേശു വന്നപ്പോഴോ യേശുവിൻ്റെ ജനനം തന്നെ അവർക്ക് ഉൾക്കൊണ്ടില്ല. അവൻ്റെ സഹവാസം ആരോട് കൂടെ? വേശ്യമാർ, ചുങ്കക്കാർ, പൊട്ടൻ, കുരുടൻ, വ്യഭിചാരികൾ, ഭൂതഗ്രസ്തർ, ഇവരോടെല്ലാം സഹവാസമായിരുന്നു. അവർക്കത് മനസ്സിലായി. കാര്യം അവർ പ്രതീക്ഷിക്കുന്ന ദൈവം പരിശുദ്ധൻ, ദൈവം മാത്രം പരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ അന്നത്തെ മഹാപുരോഹിതൻ്റെ അടുക്കൽ പോകണം, യെരുശലേം ദേവാലയത്തിൽ പോകണം. പക്ഷേ യേശു അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. കാരണം കൊട്ടാരത്തിൽ ജനിച്ചു വന്ന് യെരുശലേമിലാണ് യേശു സ്ഥിരമായിട്ട് ജപിച്ചിരിക്കുന്നത് പോലെ ഇരുന്നു എങ്കിൽ പാപികൾ കിടക്കുന്നതെല്ലാം വഴിവെക്കില്ല. യേശു വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അതുകൊണ്ടാണ് പാപികൾക്ക് മോചനം ലഭിച്ചത്. നീതിമാന്മാരെന്ന് പറഞ്ഞവർക്ക് വേണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരാം, അവർ വന്നു. പക്ഷേ യേശു ആരാണെന്ന് മനസ്സിലാകാതെ തള്ളിക്കളഞ്ഞതുപോലെ തന്നെയാണ് ഇന്നും ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനികളും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയാൻ വന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ യേശുവിൻ്റെ ജനനവും വളർച്ചയും യെരുശലേമിലല്ല, മഹാപുരോഹിതന്മാരുടെ ഇടയിലല്ല. എങ്കിലും പഴയ നിയമത്തിൽ അവർക്ക് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണോ പാപപരിഹാര മാർഗത്തിന് വന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവവചന പ്രകാരം നോക്കുക. ഈ അന്ത്യകാലത്ത് യേശു പറഞ്ഞു, ലോകം നോഹയുടെ കാലം പോലെയും സോദോമിൻ്റെ നാളുകൾ പോലെയും. ദൈവവചനം അറിയിക്കാൻ ഒരുവനുണ്ടായിരുന്നു. ദൈവവചന സത്യം വിളിച്ചു പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടും തള്ളിക്കളഞ്ഞ ജനമാണ് 99% പേരും. ഇന്നും അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ ഈ സുവിശേഷം, സത്യസുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. കേട്ടാൽ എത്ര പേര് വിശ്വസിക്കും നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ. അങ്ങനെ ഇന്നോ വാതിലിടുക്കമുള്ളത്, വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകർ, സഭകളിലിരിക്കുന്നവരെല്ലാം വിളിക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരോ അതിൽ നിന്ന് ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നവർ ചുരുക്കം. കളപ്പുരയിലും കുറേ ജനം വന്നുകൂടും. പക്ഷേ തേജസ്കരിക്കപ്പെടുന്നതോ അതിലേറെ ചുരുക്കം. നോക്കൂ, യേശുവിൻ്റെ കൂടെ ഉദാഹരണം 12 പേരുണ്ടായിരുന്നു. യേശു തേജസ്കരിക്കുന്ന സമയത്ത് മറുമലയിൽ പോയപ്പോൾ 3 പേരെ പോയുള്ളൂ. അവരാണ് വിശുദ്ധന്മാർ. ബാക്കി ഉറങ്ങുന്ന മണവാട്ടിയ, ഒരുവൻ അവിശ്വാസിയ, യൂദ എതിർ ക്രിസ്തു ആയിരുന്നു. അങ്ങനെയെങ്കിൽ സകല മനുഷ്യനും ഭോഷ്ക് പറയുന്നു, ദൈവം മാത്രം സത്യവാൻ. നമുക്ക് ചില വചനങ്ങൾ നമുക്ക് നോക്കാം. റോമർ 10:9 നമ്മൾ പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് പറയണം. പക്ഷേ പുത്രനാണ് പിതാവെന്ന് പറഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കും. പക്ഷേ ആത്മീക വെളിപ്പാടില്ലാത്തത് കൊണ്ടാണ്. ആത്മീക വെളിപ്പാട് വരുമ്പോൾ പുത്രൻ്റെ നാമമാണ് യേശു, പിതാവിൻ്റെ നാമമാണ് കർത്താവ്. ഈ കാര്യം സമ്മതിക്കും. പക്ഷേ ഇതിങ്ങനെ വായി കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ഹൃദയത്തിൽ ഉറപ്പിക്കണം, പിതാവും പുത്രനും ഒന്നാണ്, രണ്ടല്ല ഒരിക്കലും. അങ്ങനെയെങ്കിൽ
പരിശുദ്ധാത്മാവ് തന്നെയാണ് പുത്രൻ, അത് വിശ്വസിക്കില്ല. ഇത് വിശ്വസിക്കുന്നു. ഒന്ന് എന്ന് വിശ്വസിച്ചാൽ ആ ഒന്ന് എന്ന നാമമാണ് കർത്താവ് യേശു ക്രിസ്തു. എങ്കിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങളിൽ സ്നാനപ്പെടുമെന്നല്ല യേശു പറഞ്ഞത്. നാമത്തിൽ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെടുമായിരുന്നു. ഒരുവന് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്തു ഫലം? അപ്പോൾ വിശ്വസിക്കുന്നു, ഒന്നെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്നാനമേറ്റിരിക്കും. യേശുവിനെ തന്നെ കർത്താവ് എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൈവിക വെളിപ്പാട് എന്ത് നോക്കാം. അതിന് നമുക്ക് യേശുവിൻ്റെ വരവ് എങ്ങനെയാണെന്ന് നോക്കാം. ലൂക്കോസ് 1:31 പറയും, നീ ഗർഭം ധരിച്ച, അത് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. വരുന്നത് ആരാണെന്ന് നോക്കണം, പേരെന്തിട്ടു നോക്കണം. യേശു വരുന്നത് ആരാണെന്ന് നോക്കണം, അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:21 പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിനുള്ള നാമം കർത്താവ് യേശു ക്രിസ്തു. അതാണ് പുതിയ നിയമസഭയിലെ സ്നാനം പാപമോചനത്തിന്. അത് കർത്താവ് യേശു ക്രിസ്തു നാമം തന്നെ വേണം. പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് പാപമോചനം ഒറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് കന്യകയിൽ നിന്ന് ജഡശരീരം എടുത്തു വന്നത്, രക്തത്തോടു കൂടി വന്നതെന്നാണ്. നമുക്ക് ഓരോ വചനവും നമ്മൾ റിവേഴ്സിൽ നോക്കുകയാണ്. യേശു ഇവിടെ വന്നു, പക്ഷേ ഇതിനു മുമ്പുള്ള വചനങ്ങൾ ടാലിയായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു വേറെ വ്യക്തിയാണോ അതോ സൃഷ്ടിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന ആരിറങ്ങി വരുമെന്ന് പറഞ്ഞ് അവൻ തന്നെ വന്നതാണോ നമുക്ക് നോക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ജഡശരീരം എടുത്തത്? എബ്രായ ലേഖനം 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും ആര്? മക്കളുടെ പിതാവ്. കൊച്ചച്ഛനും മാമനും അല്ല വന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ വന്നു. ശ്രദ്ധിക്കുക, ഇസ്രായേൽ ജനം, യേശു വന്ന സമയത്തുള്ള ഇസ്രായേൽ ജനം മക്കളുടെ പിതാവ് ആരാണെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഭർത്താവ് ആരാണെന്ന് നോക്കണം. ഓരോ കാര്യവും യഹോവ ദൈവം അല്ലെങ്കിൽ സൃഷ്ടികർത്താവാണ് എങ്കിൽ രണ്ടെന്ന് വിശ്വസിച്ചാൽ പാപത്തിൽ മരിച്ചിരിക്കുന്നു, ഒന്ന് എന്ന് വിശ്വസിക്കുന്നവനാണ് ദൈവവിശ്വാസി. അവൻ ഈ നാമത്തിൽ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുക തന്നെ വേണം. യോഹന്നാൻ 1:11 ഒരു വചനം പറയുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നോക്കൂ, ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നത് ആരാണ്? സ്വന്തമായവൻ. അങ്ങനെയെങ്കിൽ സ്വന്തമായവർ അവനെ തള്ളി. ആരെ തള്ളി? സ്വന്തമായവരെ. വെറുതെ ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. യേശുക്രിസ്തു വന്നു, വിശ്വസിച്ചില്ല, തള്ളി. അങ്ങനെയല്ല, സ്വന്തമായവൻ സ്വന്തമായവരുടെ ഇടയിലേക്ക് വന്നുവെങ്കിൽ ഇസ്രായേൽ ജനത്തെ സ്വന്തമായി തിരഞ്ഞെടുത്തത് ആരാണ്? ഇവിടെ സ്വന്തമായവൻ ആരാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. വെളിപ്പാടിനാൽ ബൈബിളിൽ കിടക്കുന്നുണ്ട്, ഇതെല്ലാം വെളിപ്പെടുത്തി തരികയാണ്. അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചന ദൈവിക വെളിപ്പാടിനോടൊപ്പം നിൽക്കണം. എൻ്റെ പാസ്റ്റർ, എൻ്റെ പുരോഹിതൻ, എൻ്റെ സഭ, എൻ്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചകൾ, എൻ്റെ വീട്, എൻ്റെ ആഹാരം, എൻ്റെ ജോലി, എൻ്റെ ഡിഗ്നിറ്റി, എൻ്റെ സൗഭാഗ്യം നോക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വയറാണ് നിങ്ങളുടെ ദൈവം. ദൈവത്തിൻ്റെ വെളിപ്പാടിനോടൊപ്പം നോക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആമേൻ ആമേൻ, യോഹന്നാൻ 8:58, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അപ്പോൾ അവർ കല്ലെറിഞ്ഞതുപോലെ. ഇന്ന് കല്ലെറിയുന്നവരാണോ അത് സ്വീകരിക്കുന്നവരാണോ നോക്കുക. ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനോ രക്ഷിതാവോ ആരാണ് വന്നത്? ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്കാണ് വന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത് യഹോവ ഇറങ്ങി വരുമെന്നാണ്, ദൈവം തന്നെ ഇറങ്ങിയത്. നോക്കൂ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35:4, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവിൻ. യെശയ്യാ പ്രവാചകൻ 35:4. യഹോവ സൃഷ്ടിതാവായ കർത്താവ് ദൈവം, യഹോശുവ മശിഹായ്ക്ക് ഷോർട്ട് ഫോമാണ് യഹോവ. ഓക്കെ, അപ്പം സൃഷ്ടികർത്താവ്, ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് തന്നെ ഇറങ്ങി വന്ന് അവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. വന്നത് ആരും നോക്കണം. വന്നപ്പോൾ ജഡശരീരം നോക്കിയിട്ട് ജഡീക മനുഷ്യർ വേറെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഭൂമിയിലെ എല്ലാ സഭകളും 99% എന്ന് കാണുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരുവാനാണ് ഞാനിത് അറിയിക്കുന്നത്. ഇത് കണ്ട് കേട്ട് വിശ്വസിച്ചത് താല്പര്യമുള്ളവർ ഈ സന്ദേശം മറ്റുള്ളവർക്ക് അയയ്ക്കുക. ഇല്ലെങ്കിൽ ഇതിന് പറയുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് 9804915036 ഈ വാട്സപ്പിൽ വിളിക്കുക. ഇതൊരു സീരിയൽ പോലെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് അയച്ചു തരാം. ആ വചനത്തോടൊപ്പം നിൽക്കുക. ഓക്കെ, അപ്പം യെശയ്യാ 35:4, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവിൻ. നോക്കൂ, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടില്ല. എൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ സാധാരണ ലോക്കൽ ഭാഷയാണ്. ബൈബിൾ കോളേജിലോ ബിരുദം എടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. യേശുവിനെ മനസ്സിലാക്കിയവരും, അതുകൊണ്ടല്ല ദൈവം അങ്ങനെ നടത്തുന്നു, യേശുവിനെ മനസ്സിലാക്കിയവരും യേശു ഉപയോഗിച്ചവരും പൗലോസ് ഒഴികെ ബാക്കി ആരും ജ്ഞാനികളായിരുന്നില്ല.
എല്ലാം വേശ്യയും പൊട്ടനും ചുങ്കക്കാരനും പാപികളും ഭൂതഗ്രസ്തരും ഒക്കെ ആയിരുന്നു. ഒരു പാപിയായ വ്യക്തി തന്നെയായിരുന്നു ഞാനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരും. നമ്മൾ ധാരാളം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്. പക്ഷേ എന്നെ അറിയുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഇതേ സത്യസുവിശേഷം പറയുമ്പോൾ അവർ യേശുവിനെ ചോദിച്ചു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നോക്കൂ, ശമരിയക്കാരത്തിൽ കിണറ്റേരിയയിലെ സ്ത്രീ, അവൾക്ക് 6 ഭർത്താവുണ്ട്, അവൾ 5 എന്നാണ് പറഞ്ഞത്. 5 എന്താണ്? 1, 2, 3, 4, 5. ലൂഥറൻ സഭയാണ് 5, പെന്തക്കോസാണ് 6. അപ്പം കർത്താവ് പറയണ, നിനക്ക് 6 ഭർത്താവുണ്ട്, ഇപ്പോഴുള്ളത് നിൻ്റെ ഭർത്താവല്ല. 6 ഭർത്താവ്. അവൾ വാസ്തവത്തിൽ നല്ലൊരു സ്ത്രീയാണ്. അവൾ നല്ലൊരു ഭർത്താവിനെ അന്വേഷിച്ചു. നമ്മൾ വിശ്വാസികളായി പല സഭകളിലും ഇരുന്നു, അല്ലെങ്കിൽ ഒരു സഭയിൽ തന്നെ ഇരിക്കുന്നവർ ആ സഭയിലെ പല പഠിപ്പിക്കലുകളും ശരിയല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിനായി ആത്മാവിൽ ദരിദ്രനായി നമ്മൾ ദുഃഖിക്കുന്നവരായി ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ 5, 6 ഭർത്താവൊക്കെ നമുക്കുണ്ടായിരുന്നു. യേശു പറഞ്ഞു, ഇപ്പോഴുള്ളത് നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞപ്പോൾ അത് മഷികയാണ്. അപ്പോൾ ഒരുവനെ അവൾ മറച്ചു വെച്ചു. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യഹോവ. ഈ മുമ്പിൽ നിൽക്കുന്നത് യഹോവ മഷിക, യേശു മഷിക തന്നെയാണെന്ന് അവൾക്ക് പിടികിട്ടി. അപ്പോൾ അവൾക്ക് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ അവൾ എന്ത് ചെയ്തു? കോടവും അവിടെ വിട്ടിട്ട്, വീട്ടിലേക്ക് ലോകപ്രകാരം വെള്ളം കോരാൻ വന്നവളാ, കോടവും അവിടെ വിട്ടിട്ട് അവൾ ഓടി. എന്തുകൊണ്ടാണ്? ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് ആത്മാവിലൊരു കാര്യം വെളിപ്പെട്ടു. ഞാൻ നല്ലൊരു ഭർത്താവിനെ അന്വേഷിച്ചു. 5 എന്ന് പറഞ്ഞു, 6ാമത്തവനെ കണ്ടുപിടിച്ചു. 6ആണ് പെന്തക്കോസ്. പെന്തക്കോസിൽ ഇരിക്കുമ്പോഴായിരുന്നു ഞാനും ശരിയായ വെളിപ്പാട്, ഏക ഭർത്താവിനെ മനസ്സിലായത്, അവൻ്റെ നാമം മനസ്സിലായി. ആ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെടണം. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുവൻ. കിണറ്റുകരയിലെ ആ വേശ്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാർ അധികമുള്ള ആ സ്ത്രീ ഓടിയതുപോലെയാണ് ഇന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, അവൾക്കൊരു കാര്യം പിടികിട്ടി. വെളിപ്പാടാണ്. യേശു പോകാനെന്നും പറഞ്ഞില്ല, കോടവും അവിടെ വിട്ടിട്ട് അവൾ ഓടി. അവൾ എവിടെയാണ് പോയത്? അവൾ പോയത് തന്നെ പോലെ മഹാപാപികളായ, അന്നൊക്കെ ശരീരത്തെ ദേവന്മാർക്ക് കാഴ്ചവെച്ച് പരപുരുഷ ബന്ധത്തിൽ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്ന സമ്പ്രദായമുള്ള കാലത്താണ് ശമരിയ പട്ടണം. അങ്ങനെ ജീവിച്ചിരുന്ന സ്ത്രീകളുടെ ഇടയിൽ ചെന്ന് അവൾ പറഞ്ഞെന്നറിയാമോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു, വന്നു കാൺമീൻ. എന്താണെന്നറിയാമോ? ഞാനൊരു വേശ്യാ സ്ത്രീയാണ്, ഞാനൊരു പാപിയാണെന്ന്. ഞാൻ വെള്ളം കോരാൻ പോയപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് യഹോവ മശിഹ, അവൻ ഞാൻ ആരാണെന്ന് കണ്ടുപിടിച്ചു. ഈ പറയുന്ന നിങ്ങൾ ഇത് യെശയ്യാപ്രവാചകൻ 34 മനോഭീതിയുള്ള, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലം വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും. യെശയ്യാപ്രവാചകൻ 25:9. അന്നാളിൽ പഴയ നിയമത്തിൽ, അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ യഹോവ തന്നെ, അവനത്രേ നാം കാത്തിരിക്കുന്നത്. പള്ളിക്കാത്തിരുന്ന, ഇന്നും ഭൂമിയിലുള്ള എല്ലാ സഭകളും കാത്തിരിക്കുന്ന ആ മശിഹയാണ് കാത്തിരിക്കുന്നത്, കർത്താവിൻ്റെ വരവിൽ. പക്ഷേ കർത്താവിൻ്റെ വരവിൽ ഇരിക്കുന്നത് പോലെ പല സഭയിൽ പല വിശ്വാസം, പല ഉപദേശം, പല സ്നാനത്തിലിരിക്കുന്നവരോട് പറയാണ് ഏക വിശ്വാസത്തിലേക്ക് മടങ്ങി വരാം. ആ കിണറ്റിലെ സ്ത്രീക്ക് മനസ്സിലായപ്പോൾ അവൾ ഓടിച്ചെന്ന് പറഞ്ഞതാണെന്ന് അറിയാമോ? ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടു. അതായത് ഞാനൊരു പാപിയാണ്, നിങ്ങൾ വന്നു കാൺമീൻ. നമ്മളെല്ലാം പാപത്തിലാണ്. പാപം മോചിക്കുവാൻ ഒരുത്തനേ ഉള്ളൂ, ഒരു നാമമേ ഉള്ളൂ, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടണം എന്ന് അവൾ പറഞ്ഞതുപോലെ നമ്മളിന്ന് ലോകത്തോട് പറയാണ്, ഞാനൊരു പാപിയായിരുന്നു, നീ ദൈവസന്നിധിയിൽ, കർത്താവ് യേശുക്രിസ്തു സന്നിധിയിലേക്ക്, ദൈവസഭയിലേക്ക് വാ, പരിശുദ്ധാത്മ പ്രാപിക്കും. നീ പാപിയാണെന്ന് നിന്നെക്കുറിച്ച് വിളിച്ചു പറയുന്ന ഒരുവൻ്റെ അടുക്കിലേക്ക് ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വരില്ല. നമ്മൾ എന്താണോ അത് മൂടി വെച്ചിട്ട് ആരും അറിയാതെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്തോളം യേശുക്രിസ്തുവിന് മുമ്പിൽ വരാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ, നാം പാപിയാണെന്നുള്ള ബോധം വന്നാലാണ് പാപമോചനത്തിനായി നാം നാമം അന്വേഷിക്കും. ആ നാമം കർത്താവ് യേശുക്രിസ്തു. അതിന് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവ് യേശുക്രിസ്തു നാമം സ്ഥാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ കിണറ്റിയരിലെ സ്ത്രീ ഓടിയതിന് വെളിപ്പാട് ലഭിച്ചപ്പോൾ അവൾ ഓടിച്ചെന്ന് പറഞ്ഞത് പാപികളുടെ ഇടയിൽ. അതുപോലെ തന്നെ ഞാനും പാപജീവിതമായിരുന്നു, കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവരുടെ ജനത്തിൻ്റെ ഇടയിലേക്ക് പോയാൽ അവർ പറയും, ആരാണ് നീ എന്ന് ഞങ്ങൾക്കറിയാം, നീ സുവിശേഷം പറയാൻ വരുന്നോ? നോക്കൂ, യേശുവിൻ്റെ കാലത്തുള്ള നീതിമാന്മാരെന്ന് തങ്ങൾക്ക് തന്നെ വിലയിട്ട ഒരു മനുഷ്യരുടെ ഇടയിൽ ഇതേ പാവപ്പെട്ട ജനങ്ങൾ ചെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. അവർ യേശുവിനെയും ഭൂതമെന്ന് പറഞ്ഞു, യേശുവിനെ വിശ്വസിച്ചവരെയും ഭൂതമെന്ന് പറഞ്ഞു, രണ്ടുപേരെയും പള്ളി പ്രശ്നരാക്കി. അതുപോലെ നിങ്ങൾ തെറ്റായ സ്നാനമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പാപിയാണ്, തെറ്റായ ഉപദേശത്തെങ്കിൽ പാപിയാണ്. ഒരുപാട് ഉപദേശങ്ങൾ തെറ്റാണ് സഭകൾ പഠിക്കും. ഞാൻ ഏകദേശം കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭകൾ പല സഭകളിലും പോയതാണ്. കുറേ 58 വയസ്സായി പല സഭകളിലും പോയതാണ്. ശരിയായ വെളിപ്പാട്, ദൈവത്തിൻ്റെ വെളിപ്പാട് ഇപ്പോഴാണ് കേട്ടത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അപ്പോൾ നോക്കൂ,
യഹോവ തന്നെ ഇറങ്ങി വരും, കർത്താവ് തന്നെ ഇറങ്ങി വരും എന്ന് പഠിച്ചിരുന്ന ആ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നപ്പോൾ, ജഡശരീരത്തിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായില്ല യഹോവ അങ്ങ് മുകളിലാണെന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞപ്പോൾ ആ യഹോവയുടെ ശരീരത്തെ നോക്കി കല്ലെറിഞ്ഞു. പക്ഷേ അകത്തിരുന്ന യഹോവയെ തന്നെയാണ് അവർ എറിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്ന് അപ്പോസ്തലൻ പറഞ്ഞ സ്നാനം, പത്രോസ് പറഞ്ഞ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം വേണ്ട എന്ന് പറഞ്ഞിട്ട് പത്രോസ് എന്ന ജഡശരീരത്തെ നോക്കുന്ന മഹാപുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും വിശ്വാസികളും പത്രോസിൻ്റെ ഉള്ളിലിരുന്ന ഇതേ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന ഇതേ യേശുക്രിസ്തു തന്നെയാണ് ഇരുന്ന് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്നത് വേറൊരു വ്യക്തിയല്ല. യേശു പറയുന്ന തുടർന്ന് താഴോട്ടുള്ള ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ യേശു തന്നെയാണ് കർത്താവ്, യേശു തന്നെ ക്രിസ്തു എന്ന് വെച്ചാൽ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ ഞാൻ പോയി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ ലോകാവസാനം നിങ്ങളുടെ കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞത് പുത്രനാണ്. ആ പുത്രൻ ശരീരത്തിൽ വന്നപ്പോൾ തിരികെ ശരീരവുമായി സ്വർഗ്ഗിടങ്ങളിലേക്ക് പോയി ആത്മാവായി തിരികെ വന്നു. ഈ തുടർന്നുള്ള എപ്പിസോഡുകൾ പഠിപ്പിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കുക. പാപം നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകാൻ വരുന്നത് യഹോവ തന്നെ, ദൈവം തന്നെ, സൃഷ്ടിതാവ് തന്നെ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് ആര്? പിതാവ്. ആരുടെ ഇടയിലേക്ക്? മക്കളുടെ ഇടയിലേക്ക്. എന്തുകൊണ്ട്? ആത്മാവായി നിന്ന ദൈവം ആത്മാവായി വന്നാൽ ഒരു ക്രിസ്തു വിശ്വാസം, നമുക്ക് പഴയ നിയമകാലത്തിലെല്ലാം ദൈവം ഉപയോഗിച്ച മനുഷ്യർ എല്ലാവരും പാപം ചെയ്തു തരാം. യേശു ഒഴികെ ബാക്കി എല്ലാവരും തെറ്റിയിട്ടുണ്ട്. ഒന്നില്ലെങ്കിലും തെറ്റിയിട്ടുണ്ട്. ഒറ്റ വ്യക്തിയില്ല തെറ്റാത്തതായിട്ട്. മുഴുവൻ പേരും തെറ്റിപ്പോയി പിന്നെ മാനസാന്തരപ്പെട്ട് വന്നവരുള്ളൂ. അതുകൊണ്ടാണ് ദൈവമായവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവിടെ നിന്ന് വേറൊരാൾ അയച്ചു എന്നൊക്കെ വചനത്തെ കൊണ്ട്, പക്ഷെ പരിശുദ്ധം ലഭിക്കുമ്പോൾ മനസ്സിലാകും ആത്മാവായി നിന്നവനെ തിരഞ്ഞെടുത്തത് ആരാണ്? മക്കൾ ആരാണ്? നോക്കൂ, ആത്മാവായി നിന്ന ദൈവം വേഷത്തിൽ മനുഷ്യനായി ശരീരത്തിൽ തന്നെത്താൻ താഴ്ത്തി അയച്ചു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ക്രൂശില മരണത്തോളം തന്നെത്താൻ താഴ്ത്തി തിരികെ പോയി. അപ്പോൾ ഇവിടെ വന്നിട്ട് ദൈവത്തിൻ്റെ വചനം എങ്ങനെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണം എന്ന റോൾ മോഡലാണ് കാണിച്ചു തരുന്നത്. ക്രൂശിലെ പ്രാർത്ഥനയും ദൈവത്തോട് പ്രാർത്ഥിക്കും. നമുക്ക് ഒരു പീഡ വരുന്നാൽ നമ്മൾ എങ്ങനെയാണ്? യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശു ഇവിടെ നിൽക്കുന്നു, ദൈവം സംസാരിച്ചു, 3 വ്യക്തി. ഇതെല്ലാം ബുദ്ധിയില്ല. ഇതൊരു അവിശ്വാസി, ഒരു പാപിയായ വ്യക്തി ബൈബിൾ എടുത്ത് വായിച്ചാലും 3 എന്നല്ലേ തോന്നുന്നുള്ളൂ. പരിശുദ്ധാത്മാ പ്രാപിച്ച് വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, സ്വർഗത്തിലേക്ക് പോകാൻ കാത്തിരിക്കുന്നു. അനേകർ പോയി എല്ലാം സ്വർഗത്തിൽ പോയിരിക്കുന്നു പറഞ്ഞാൽ എങ്ങനെയാണ് 3 പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാ പ്രാപിച്ചിട്ടില്ല. പരിശുദ്ധാത്മാ പ്രാപിക്കണമെങ്കിൽ ഒറ്റ നാമം, കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ലഭിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് പുറത്ത് നിൽക്കുന്നവർക്ക് ദൈവം പരിശുദ്ധാത്മാ കൊടുത്താൽ നീതിമാൻ അധർമ്മി ഒന്നുപോലെ ആയി പോവില്ലേ? അപ്പോൾ നോക്കുക, അപ്പം മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് വന്നത് ആരാണ്? അബ്രഹാം. നമുക്ക് ഇസ്രായേൽ മക്കളായിരുന്നു നോക്കാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഉൽപ്പത്തി 32:26 മുതൽ യാക്കോബ് ദൂതനോട് മല്ലടിച്ചു. അബ്രഹാമിനെ വിളിച്ച്, ഇസഹാക്കിനെ വിളിച്ച്, യാക്കോബിനെ വിളിച്ചു. യാക്കോബ് ദൂതനോട് മല്ലിട്ട്, അതായത് ദൈവത്തോട് ദൂതനോട് മല്ലിട്ട് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ യാക്കോബ് എന്നല്ല, ഇനി മുതൽ ഇസ്രായേൽ എന്ന് വിളിക്കും. അപ്പോൾ ഇസ്രായേൽ ജനം ആരാണ് നോക്കുക? ദൈവം തിരഞ്ഞെടുക്കുകയാണ്. പുറപ്പാട് പുസ്തകം 4:22. നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ. ഞാൻ പഴയ നിയമം മുതലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു വരെയാണ്. വളരെ ശ്രദ്ധയോടെ കേട്ട് ആത്മാവിൽ കത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ ദൈവജനം ആത്മാവിനാൽ. അല്ല, ഇത് കേൾക്കുമ്പോഴേ എതിർത്ത് നിൽക്കുന്നുവെങ്കിൽ ആരാണ് ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനെതിരെ നിൽക്കുന്നത്? ഈ സത്യം മനസ്സിലായി. ഞാൻ ഈ സത്യം മനസ്സിലായപ്പോൾ എൻ്റെ പുരോഹിതനോട് പറഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞത് പിശാചാണ് സംസാരിച്ചിരിക്കുന്ന സഹോദര, യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെടരുത്. ഞാനവിടെ വിട്ടു. എനിക്ക് വചനമാണ് വലുത്. കാര്യം സഭയല്ല സ്വർഗത്തിൽ കൊണ്ടുവന്നത്, വചനമാണ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ വചനത്തോടൊപ്പം ചേർന്ന് വന്നു. ഇവിടെ നോക്കുക, ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത് പുറപ്പാട് 4:22. ഫറവോനോട് പറ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. 2-3 വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാം. അടുത്ത് ആവർത്തനം 14:1. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. ദൈവമായ കർത്താവിന് ഇസ്രായേൽ ജനം മക്കളാകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ശ്രദ്ധിക്കുക, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സൃഷ്ടികർത്താവിന് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തു. അതായത് സൃഷ്ടികർത്താവ് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നു സ്വന്തമായിരിക്കുവാൻ. 2 വായ്മൊഴി വേണം. ഒരു വായ്മൊഴിയുടെ ആവർത്തനം 7:6. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വച്ച് നിന്നെ തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ സ്വന്തമായി ഇരിക്കാൻ, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത കൂട്ടരാണ് ഇസ്രായേൽ ജനം. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അവൻ സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവരോ തള്ളിക്കളഞ്ഞു. ആരാണ്? ദൈവമായ കർത്താവാണ് ഇസ്രായേലിനെ സ്വന്തമെന്ന് തിരഞ്ഞെടുത്തത്.
അവനാണ് അനുസരിക്കുന്ന എൻ്റെ പുത്രൻ. മക്കൾ, ഈ മക്കൾ എന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് വന്നത് ആ സൃഷ്ടികർത്താവായ യഹോവയായ ദൈവം. പക്ഷെ വന്നപ്പോൾ മന്ദിരത്തിലേക്ക് വന്നു, ശരീരത്തിൽ വന്നു. അവർക്ക് മനസ്സിലായില്ല. പേർ ഇമ്മാനുവേൽ എന്ന് വിളിക്കുന്നു പറഞ്ഞു, യേശു എന്ന് പറഞ്ഞു. നമുക്ക് അപ്പോഴും മനസ്സിലായതാരാ? പാപികൾക്ക് മനസ്സിലായി. ഇങ്ങനെ ഇറങ്ങി വന്ന യേശു, വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ പള്ളിപ്രമാണിമാർ, പരീശന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, രാജാക്കന്മാർ, അല്ലെങ്കിൽ തലനാരിഴകീറി ദൈവവചനം പഠിച്ച് ധ്യാനിച്ചുമിരുന്നവർ യേശുവിനെ ബേൽസബൂൽ എന്ന് വിളിച്ചു. യേശു ആരാണ്? ഇപ്പോൾ പറഞ്ഞ യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ് തന്നെ യേശു എന്ന. നമുക്ക് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു, മനുഷ്യപുത്രൻ, യേശുവിനെ കർത്താവ്, സൃഷ്ടികർത്താവ് എന്ന് പറയാൻ കഴിയില്ല. യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചതാരാ? ആ സിറോഫനിക്കൽ സ്ത്രീ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവൾ വിളിച്ച് കർത്താവേ. ബർത്തിമായി യേശു യെരുശലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുന്ന വഴി, എരിഹോയിൽ നിന്ന് യെരുശലേമിലേക്ക് പോകുന്ന വഴിവെക്കിലിരുന്ന് ബർത്തിമായി കുരുടനാ, അവൻ വിളിച്ചു കർത്താവേ. മാത്രമല്ല അവൻ വേറൊരു വെളിപ്പാട് കൂടെ കണ്ടു, ദാവീദ് പുത്ര. നോക്കൂ, മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ, ദൈവപുത്രൻ, ഇത് മൂന്ന് ശുശ്രൂഷയാണ്. യേശു വന്ന സമയത്ത് മനുഷ്യപുത്രൻ്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ദാവീദ് പുത്രൻ്റെ ശുശ്രൂഷ 1000 ആണ്ട് വാഴ്ചയിൽ ചെയ്യേണ്ടതാ. ബർത്തിമായി ലോകത്തിൻ്റെ കാഴ്ചയില്ലാത്തവൻ, പക്ഷേ അവൻ ആത്മക്കണ്ണ് തുറന്നവനായിരുന്നു. ഈ വരുന്നവൻ സൃഷ്ടികർത്താവാണ്. അവനെ വിളിച്ചിരു കർത്താവേ. പിന്നെയോ നീ തന്നെയാണ് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നവൻ എന്ന് ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശുവിന് നിൽക്കാതിരിക്കാൻ കഴിയുമോ? യേശു നിന്ന് ചോദിച്ചു. മറ്റൊരു പറഞ്ഞു മിണ്ടരുതെന്ന്. ഒരുവൻ പാപി, ഈ സഭകൾ മുഴുവൻ തള്ളിക്കളഞ്ഞിരുന്ന പാപി വിളിച്ചിരിക്കുന്നു കർത്താവേ, ദാവീദ് പുത്ര. ഭൂതഗ്രസ്തർ വിളിച്ചു, ബർത്തിമായി വിളിച്ചു, ചുങ്കക്കാർ വിളിച്ചു, വേശ്യയായ സ്ത്രീകൾ വിളിച്ചു. യേശുവിനെ കർത്താവ് ഒരു പള്ളിപ്രമാണിമാരും വിളിച്ചില്ലെങ്കിൽ സഭാപ്രസംഗം 1:9 പറയുന്ന പോലെ പണ്ടുണ്ടായിരുന്നേ എന്നും ഉണ്ടാകുള്ളൂ. ഇന്നും സകല സഭകളും ഇത് 3 വ്യക്തിയാക്കിയിട്ട് ഇത് യേശുവിനെ ഒരിക്കലും ഈ പുത്രൻ തന്നെയാണ് പരിശുദ്ധൻ വിശ്വസിക്കില്ല. യേശു തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും പാപികൾ, ആത്മാവിൽ ദരിദ്രനായവർ ഉണ്ട് എങ്കിൽ അവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ദൈവിക വചന സത്യം വെളിപ്പെടുമ്പോൾ ഓടിപ്പോയി, നമുക്കങ്ങനെ ചെയ്യാറില്ല, ആദ്യം പോയി ഇത് വെളിപ്പെടാത്ത പുരോഹിതനോടും വിശ്വാസിയോടും ചോദിക്കരുത്. ഞാൻ ചോദിച്ച അനുഭവം ഇതിപ്പം 13 വർഷമായി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകർ വന്നു, പുരോഹിതനോ വിശ്വാസികളോ പറയുന്നത് കേട്ട് പോകുന്നവരുണ്ട്. എന്നാൽ അവരോട് ചോദിച്ചിട്ടും അവർ വിശ്വസിക്കരുതെന്ന് പറഞ്ഞാലും മുട്ടുമടക്കി കർത്താവിനോട് ചോദിച്ചു, വെളിപ്പെട്ട് തിരിച്ചു വിളിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ അവർ സ്നാനപ്പെട്ടു, യേശുക്രിസ്തു നാമത്തിൽ. നിങ്ങളും മനസ്സിലാകുന്നുവെങ്കിൽ വിളിക്കുക. അപ്പോൾ പാപികൾക്ക് മാത്രമാണ് യേശു കർത്താവ് എന്ന് വിളിച്ചതെങ്കിൽ ഇന്നും ഈ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്നാനപ്പെടാൻ പറഞ്ഞാൽ അത് കർത്താവ് യേശു ക്രിസ്തു എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു പാപിയെ നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ പണ്ഡിതനാണ്, ജ്ഞാനിയാണ്, എൻ്റെ പുരോഹിതൻ വലിയ ജ്ഞാനമുള്ളവനാണ്, എനിക്ക് ബന്ധുക്കളുണ്ട്, ശാസ്ത്രക്കാരുണ്ട്, സഭയുണ്ട്, പുരോഹിതനുണ്ട്, പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ ദൈവം. വെളിപ്പെടില്ല. ഓക്കെ, അപ്പോൾ ഇസ്രായേൽ ജനത്തെ സ്വന്തമായി തിരഞ്ഞെടുത്തത് യഹോവ. വാക്യം. ഓക്കെ, അതുകൊണ്ടാണ് അവൻ, യോഹന്നാൻ 1:11, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. മനസ്സിലായോ യേശു ക്രിസ്തു ആരാണ്? ശരീരം നോക്കിയിട്ട് വേറെ എന്ന് പറഞ്ഞാൽ, നോക്കൂ, അവനെ പുത്രൻ എന്ന് പറഞ്ഞില്ലേ, പിതാവിനോട് പ്രാർത്ഥിച്ചില്ലേ? അവൻ വന്നത് നമ്മുടെ മുമ്പിൽ ഒരു വെളിപ്പാട് തരാനാ. ദൈവം എങ്ങനെയുള്ളവനാണെന്നും ഒരു ക്രിസ്തു വിശ്വാസി എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കേണ്ടതെന്നും അപ്പോൾ എങ്ങനെ പീഡയുണ്ടാവും, ഉപദ്രവം ഉണ്ടാവും, അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു പുരോഹിതൻ, നമ്മളിപ്പോൾ ഇന്ന് കാറിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പറയുകയാണ്, ഒരു പുരോഹിതൻ പറഞ്ഞത് അദ്ദേഹം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശ്വസില്ലെങ്കിൽ അവരുടെ തലമുറ ചെതറിപ്പോട്ടെ, 7 തലമുറ ചെതറിപ്പോട്ടെ, ശാപത്തിലാകട്ടെ. പക്ക സാത്താനാ. യേശുവിനോട് പറഞ്ഞില്ലേ, ഏലിയാവ് തീ ഇറക്കിയതുപോലെ ഇറക്കി. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ ഏത് ആത്മാവിലാണ് സംസാരിക്കുന്നത്? പാപിയെയും കല്ലെറിയുന്നവനെ നോക്കി കർത്താവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞതാണ് ശരിയായ ആത്മാവ്. അത് തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ പുരോഹിതന്മാർ ഇതെല്ലാം കേട്ട ശേഷം നിങ്ങളിന്ന് പറഞ്ഞു നോക്കുക, ആ പുരോഹിതൻ നിങ്ങൾ അവിടെ നിന്ന് അടിച്ച് പുറത്തിറക്കും. യേശുക്രിസ്തു നാമത്തെ സാധനം കൊണ്ട് വന്നിരിക്കുന്നു. എന്നെയും ഞങ്ങൾ ഈ ട്രാക്ട് കൊടുക്കാൻ 4 ലക്ഷത്തിലധികം ട്രാക്ട് അടിച്ച് 13 വർഷത്തിൽ കൂടെ വന്ന ശേഷം അനേക സഭകൾ കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പിടിച്ച് കളുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു നാമം കേൾക്കുമ്പോൾ ആ കൺവെൻഷനോ മീറ്റിങ്ങോ അല്ലെങ്കിൽ ചർച്ചാലയനോ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ യേശുവിനെ തന്നെ പുകഴ്ത്തി പാടിയിട്ട് സ്തോത്രം പറഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ആ നാമം വെച്ച് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ അവരെ ഉള്ളിൽ ഏത് ആത്മാവെന്ന് വെളിപ്പെടുകയാണ്. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ അനേകർ വിട്ടുപോകാം. ജാഗ്രതയോടെ അന്വേഷിക്കുന്നവനെ കണ്ടെത്താൻ പറ്റുള്ളൂ. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ സൃഷ്ടികർത്താവായ യഹോവ തന്നെയാണ് ഈ ജനത്തിൻ്റെ. ഞാൻ പറഞ്ഞത്, ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പോയിട്ടില്ല. ലോക്കൽ ഭാഷ യേശു സംസാരിച്ചതും യേശു ഉപയോഗിച്ചതും ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. ഞാനും അങ്ങനെ. എന്താ ചെയ്യുക? അപ്പോൾ ഇതൊന്നുമല്ല നോക്കേണ്ടത്, വചനം നോക്കുക. ഹൃദയത്തിൽ എമ്മോസിൽ എന്ന പോലെ കത്തുന്നുവെങ്കിൽ നിങ്ങൾ വചനത്തോടൊപ്പം നിൽക്കുക, വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ടാണ് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടി ആയത്. ഇവിടെ ഞാൻ നിർത്തുന്നു. 2ാമത്തെ ഭാഗമായി തുടർന്ന് 3ാമത്തെ ഭാഗം ഉണ്ടാവുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
കർത്താവെ കേട്ട തിരുവചന പ്രകാരം വിശ്വാസ പ്രമാണിച്ചനുസരിക്കാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.